ഹലോ, വെൽക്കം ടു മൈ ചാനൽ പ്രീറ്റി ഷൈനിങ്. ഇന്ന് നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്ളോഗാണ് കാണാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആൻഡ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കപ്പ് ഓഫ് ടീ ആയിട്ടാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ചായ ഉണ്ടാക്കി, അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ കുട്ടിക്കുള്ള പാലും ഒരു അര ഗ്ലാസ് ഉണ്ടാക്കി വെച്ച ശേഷം ഇത് നമ്മൾ ഡെയിലി എല്ലാവരുടെ വീട്ടിൽ നടക്കുന്ന പോലെ കറക്റ്റായിട്ട് ഉറങ്ങി എണീക്കുക, പോവുക, ചായ ഉണ്ടാക്കുക. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. പിന്നെ ചില സമയങ്ങളിൽ എന്താ വെച്ചാൽ ഞാൻ പുറത്ത് പോയിരുന്നിട്ട് ആണ് ഞങ്ങൾ ടീ ഒക്കെ കുടിക്കുക. അതിപ്പോൾ എത്ര വൈകി എണീറ്റാലും വെയിലുണ്ടെങ്കിലും നല്ല രസമാണ്. കാരണം ആ ഒരു ഫീലൊന്നും വേറെയാണ്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളായി, അതിൻ്റെ കൂടെ തന്നെ ലഞ്ചിനുള്ള അരിയിടലും കാര്യങ്ങളും ഒക്കെ ആയി അങ്ങനെ മുന്നോട്ട് പോവും. ഇതിപ്പോൾ ഏട്ടന് ഫ്രീ ഉള്ള ഒരു ഡേ ആണ്. സോ നമ്മുടെ കാര്യങ്ങളും ഇതൊക്കെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് പുറത്തേക്ക് പോകണമെന്നും ഒരു തോന്നലുണ്ടായിരുന്നു. സോ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്കൊന്ന് പോകാം. അന്ന് മഴ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പാലക്കാട് ഏകദേശം ഇപ്പോൾ ഭയങ്കര മഴയിൽ മുങ്ങി നിൽക്കുകയാണ്. ഇപ്പോഴാണ് ഒരു ഫ്യൂ ഡേയ്സായിട്ട് മഴ തീരെ കുറവായിട്ട് തോന്നുന്നത്. കാരണം കുറച്ച് മഴ ഇല്ലാതിരിക്കുന്നത് നമുക്ക് വെയിലൊക്കെ ഒന്ന് വരുമ്പോൾ ആ ഒരു വെയിൽ തട്ടുമ്പോൾ തന്നെ നല്ല രസം തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ മഴയായിരുന്നു പാലക്കാട് ഫുള്ളും. ദെൻ നമ്മളിപ്പോൾ പോകുന്നത് കാവ ഭാഗത്തേക്കാണ്. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ റെഡി ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി. ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ കാറിലൊന്നുമല്ല, ഞങ്ങൾക്ക് കാറൊന്നുമില്ല, സ്കൂട്ടി ഉണ്ട്. ആൻഡ് ഓൾസോ ഒരു പിക്കപ്പ് ആയിട്ടുള്ള ഒരു വണ്ടിയുണ്ട്, പിക്കപ്പിൻ്റെ വണ്ടിയുണ്ട്. ലൈക്ക് അതിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഏട്ടൻ്റെ വർക്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വണ്ടിയാണെങ്കിലും ഞങ്ങൾ അതിൽ ട്രാവൽ ചെയ്യാറുണ്ട്. നമുക്ക് കാറിൻ്റെ ആവശ്യമൊന്നും ഇല്ല. നമ്മൾ ഈ വണ്ടിയിൽ എല്ലാവിടെയും പോകാറുണ്ട് മാക്സിമം. അങ്ങനെ കവയിൽ പോയിരുന്നപ്പോൾ ഭയങ്കര റിലാക്സേഷൻ ആയിട്ട് തോന്നി. നിങ്ങളെല്ലാവരും പാലക്കാട് ഇല്ലാത്തവർ കേട്ടോ, ഇല്ലാത്തവരൊന്ന് വന്ന് കവയ്ക്കൊന്ന് വരണേ. ആൻഡ് ഞങ്ങൾ കവയിൽ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ വണ്ടി വെള്ളത്തിൽ ചെളി ഇതിൽ കുടുങ്ങിയിട്ടോ. ആ സമയത്ത് ഹെൽപ്ലെസ്സായിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ അവിടെയുള്ള ഗ്രാമവാസികളും ആളുകളും ഓടി വന്നിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ വന്നു. അങ്ങനെ കുറേ നേരത്തെ ട്രൈക്ക് ശേഷം വണ്ടി ഇതിൽ നിന്നും പുറത്തേക്ക് എടുക്കാൻ പറ്റി. പിന്നെ ഞങ്ങൾ വണ്ടി അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയില്ല, കാരണം ഒരുപാട് കുഴികളും ചെളി നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട്. ഈ ഒരു വണ്ടി ആയത് കാരണം കേട്ടോ ഒരു പ്രശ്നം. സോ നമ്മൾ നടന്നു പോയി ഇറങ്ങിയിട്ട്. പിന്നെ ബേബീനെ കുറേ നേരം കളിക്കാൻ വിട്ടു. ഇത് നെക്സ്റ്റ് ഡേ വാവ് ദിവസമാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയിലൊക്കെ ഇങ്ങനൊരു ചടങ്ങ് പോലെ ഉണ്ട്. മരിച്ചവരുടെ ഫോട്ടോ വെച്ചിട്ട് അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒരുക്കി അവർക്ക് ജസ്റ്റ് ഒന്ന് പൂജ പോലെ ചെയ്ത് കാക്കയ്ക്കൊക്കെ വെക്കുന്നത് ഏകദേശം എല്ലാവിടെയും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. ചിലവരുടെ ഫാമിലിയിൽ അത് നൈറ്റാണ് ചെയ്യുന്നതെന്ന്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗത്ത് രാത്രിയാണ് അവർ കൊടുക്കും. ബലി കൊടുക്കാനായിട്ട് പോയി വരും. പിന്നെ ഈ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുന്നത് രാത്രിയാണ്. പക്ഷെ ഞങ്ങളുടെ അവിടെ ഉച്ചയ്ക്കാണ് ചെയ്യൽ. ആൻഡ് ഇത് ഞങ്ങളുടെ അമ്മമ്മയുടെ വീടാണ് കേട്ടോ. അപ്പോൾ അവിടെ അമ്മമ്മേൻ്റെ അവിടെയാണ് ഇപ്പോൾ ഇപ്രാവശ്യം ചെയ്തത്. സോ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഏട്ടനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവിടെ ഒരുപാട് മരങ്ങളും ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അവരുള്ള വീട്ടിൽ. ആൻഡ് ഇതാണ് കേട്ടോ, ഇതാണ് എൻ്റെ ആ ഫോട്ടോയിൽ കാണിച്ചതാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ. സോ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. ദെൻ അങ്ങനെ ആ ഡേ അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ അന്നത്തെ ഡേ അവിടെ അങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് എൻഡ് ചെയ്യും. ദാറ്റ്സ് ഓൾ. ബൈ ബൈ.